ഹായ് ഓൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി സൂവിൻ്റെ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗും വരുന്നത്. ഇതിൽ കൂടുതലും ഓൺ വോയിസസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് സമയമില്ലാതെ വീഡിയോയിലേക്ക് പോകാം. കരടി കാണാനായി അന്നു ആ കരടി കാണാനുള്ള മുഖം കാണിക്കൂ. പണ്ട് വന്ന എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു കൂടാരം. മറ്റേ നമ്മളെ കാത്തുവിൻ്റെ ഇതിൽ കണ്ടില്ലേ, കാത്തുവിനെ പൊക്കിയെടുത്ത് പോണ ശരിക്കും ഇതിൻ്റെയൊക്കെ സൈസ് ഈ സ്ക്രീനിൽ കാണുന്ന സൈസ് അല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഭയങ്കര സൈസാണ് കേട്ടോ. അതൊക്കെ ഇതിൻ്റെ മുമ്പിലൊരു ഗ്ലാസ് ഉണ്ട് കേട്ടോ, നമുക്ക് ഇതിൻ്റെ ചുറ്റും നടന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടുതൽ ഇരിക്കുക എന്നോണ്ട് ഓൺ വോയിസ് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ കളയാതെ ഞാൻ വോയിസ് ഓവർ കുറച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ ഐറ്റംസ് ആണ് കേട്ടോ, പലതാണ്, പല വെറൈറ്റി. മേലേക്ക് ഇരിപ്പുണ്ട് ഓരോ ചുറ്റിടന്ന് കാണാം അല്ലേ. ഇത് സൂപ്പറാ, അവരൊക്കെ നല്ല വർഗത്തിൽപ്പെട്ട സാധനങ്ങൾ. പക്ഷേ അങ്ങോട്ട് രണ്ടു മൂന്നെണ്ണം അവിടെ ഉണ്ടോ, അവിടെ രണ്ടു മൂന്നെണ്ണം കരയില് അടിപൊളി തല്ലുപിടിക്കുക. പേരാണ് നീർനായ, ബേബിയല്ല വലുതാ. കുളിക്കുക അതിനകത്തൊക്കെ ചാടിപ്പോയി കഴിഞ്ഞാൽ നീർനായ എടുത്തിട്ട് കടിക്കും. ഷെയ്ഡ് അടിക്കണ്ട. സിംഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് വലിയ എക്സൈറ്റ്മെൻറ്റ് എന്നാണ് കേട്ടോ. പക്ഷെ ദൂരെ കാണുന്ന ആ ഒരു സിംഹത്തെ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ കേട്ടോ. അതവിടെ കിടക്കായിരുന്നു. ചൂട് കൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര റെസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. മിക്കതിനെ ബോർഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒന്നിനെ കാണാനൊന്നും പറ്റിയില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് അതൊന്നും എഴുന്നേറ്റ്. പിന്നെ അപ്പുറം സൈഡിൽ കൂടെ നമ്മൾ ആൺസിംഹത്തെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തില് കൊമ്പില്ലാത്തവൻ പെണ്ണ്, കൊമ്പളാണ് കണ്ട ലുക്ക് വേറെയാണ് കിടക്കണ്ട. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടും നല്ല വ്യക്തിയോടും കാണാൻ പറ്റിയിട്ടുള്ളത് ഈ മാനുകളെയും മാവ് ആ സാധനങ്ങളെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയത്. ആ ഒരു കുഞ്ഞു വെള്ളക്കുട്ടി ഈ കരയില്ല, നല്ല രസമുണ്ട്. ഇത് കണ്ട ഹാടെന്നല്ലേ പറയല്ലേ. അതായത് കുഞ്ഞിതാ ഇവിടെ കിടക്കുന്നുണ്ട്. അതേതാണ് കുഞ്ഞ്. ഈ ടാറ്റ് പോയിട്ട് ടുറ്റി തിരിച്ചു
30 ജീവിക്കും. പിന്നെ 1500 കിലോ ഒക്കെ ആവണം വലിയ കാര്യമൊന്നും. മസിൽ നോക്കടാ, ജിമ്മനാണെന്ന് തോന്നുന്നു. ജിമ്മൻ ഇവിടെ വന്നില്ലടാ, രണ്ടുപേരുന്നില്ലടാ ഫോട്ടോ. ഇത് ചീറ്റയാണ് കേട്ടോ. ഇതിങ്ങനെ ആ കൂട്ടിൽ ചുറ്റും ഇങ്ങനെ നടക്കായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്ക് അത് എവിടെയെങ്കിലും കയറിയിരിക്കും, അല്ലെങ്കിൽ കിടക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാടും നോക്കിയൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ മാത്രമല്ല കേട്ടോ, അവിടെയുള്ള എല്ലാവരും ഈ ഫോണ് ക്യാമറ ഓണാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പുറകെ ഓട്ടം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കൂട്ടിലിട്ട് വെച്ചിരിക്കുന്ന മൃഗങ്ങളെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ നേരത്തെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന മാനിനെ മാത്രമാണ് തോന്നുന്നത്. അങ്ങനെയല്ല, കൂട്ടിൽ നിർത്തിയിരിക്കുന്നതുങ്ങളെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കടുവ, അതിനൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഓ ബിജു നായർ. എന്താ ബ്രെയിൻഡല്ലേ. നമ്മളില്ല ബൊമ്മക്കുട്ടി പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇതാണ്. ശരിക്കും അതിൻ്റെ കളർ ഇത് തന്നെ നോക്കി അല്ലേ. 300 കിലോ. 96-115 ദിവസം മതി. 25 കൊല്ലം വരെ ജീവിക്കും. ലാർജസ്റ്റ് വൈൽഡ് കാറ്റ് ഇൻ ദ വേൾഡ് ആണ്. ബംഗാൾ ടൈഗർ ഈസ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ. ഞാൻ അടുത്ത ഞാൻ കാണിച്ചു തരാം. ഇല്ല, പോവാൻ പറ്റില്ല, അവിടെ അടച്ചിരിക്കല്ലേ. വരാൻ